നിന്റെ നൃത്തം മണ്ണികെട്ട മൃഗം. ലോകം നീ വെയിറ്റർ, വെയിറ്റർ, ഒരു കപ്പ് നല്ല കാപ്പി കൊണ്ടുവരും. കാപ്പിയോ? വേണ്ട, വിഷ്കി. ഒരു കുപ്പി വിഷ്കി. വേഗം കാപ്പി കൊണ്ടുവരും. ഭാര്യയുടെ കെട്ടുതാളി പറിച്ച് പണയാൻ വെച്ചിരിക്കും. അല്ലാതെ എവിടെ നിന്ന് ഏതായാലും ശല്യം തുലഞ്ഞു പോയല്ലേ എവിടെ നിന്ന്. ഇനി പറയൂ ഗോപി, അതൊരു നീണ്ട കഥയാണ്. എനിക്കത് കേൾക്കണം. പറയൂ. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. ഒരു വലിയ സ്വത്തിന്റെ ഉടമസ്ഥനായി തീർന്ന ഞാൻ മദ്യത്തിന്റെയും മതാലസകളുടെയും മായാവലയത്തിൽ കുടുങ്ങി ഒരു മുടിയനായ പുത്രനായി തീർന്നു. ഉത്സവം, മതിരോത്സവം, ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം, ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം. ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം. അനുരാഗമെന്നൊരു രാഗം ഞാൻ, അതിൽ നീന്തിടുന്നൊരു നീർക്കിളി ഞാൻ. അനുരാഗമെന്നൊരു രാഗം ഞാൻ, അതിൽ നീന്തിടുന്നൊരു നീർക്കിളി ഞാൻ. ഒരു സ്വപ്നകാമുകാൻ നീ അരികിൽ, ഒരു സ്വർഗഗായകാൻ നീ അരികിൽ, ഒരു സ്വപ്നകാമുകാൻ നീ അരികിൽ, ഒരു സ്വർഗഗായകാൻ നീ അരികിൽ. ഒരു മലരിത പോലെ നിന്മടിയിൽ ഞാൻ പറന്നു വീഴുന്നു. ഉത്സവം, മതിരോത്സവം, ഈ ജീവിതം ഒരു മതിരോത്സവം. ഉത്സവം, ഉത്സവം, മതിരോത്സവം. വെളിയിൽ പ്രൈവറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതുകൊണ്ടല്ലേ ധൈര്യമായി കയറി വന്നത്. പെണ്ണുങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കയറാൻ ആണുങ്ങൾക്ക് എന്ത് കാര്യം? ആണുങ്ങളുടെ പ്രൈവറ്റ് റൂമിൽ കയറിയിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? നാണമില്ലല്ലോ ഇങ്ങനെ നോക്കി നിൽക്കാൻ. ഇങ്ങനെ നോക്കി നിന്നിട്ടും നാണിക്കുന്നില്ലല്ലോ. ഞാൻ തോറ്റു. വരണം, ഇരിക്കണം. മാലിനി, ഇന്നത്തെ നൃത്തം ഒന്നാന്തരമായി.
സത്യം പറഞ്ഞാൽ ഞാൻ ഇളകിപ്പോയി. അതായിരിക്കും നേരെ ഇങ്ങോട്ട് തന്നെ പോന്നത്. സംശയമെന്ത്? നേരിൽ കണ്ട് അഭിനന്ദിക്കാൻ. നാക്കുകൊണ്ടുള്ള അഭിനന്ദനം കേട്ടാൽ വയറ് നിറയുമോ? തുടങ്ങി. എന്റെ മാലിനി, നിനക്ക് എന്ത് വേണം? നിന്റെ ഏത് ആവശ്യവും സാധിച്ചു തരാൻ ഞാൻ ഒരിക്കലെങ്കിലും മടിച്ചിട്ടുണ്ട്. ഇതാ, ഇപ്പൊ തൃപ്തിയായോ? ഇനിയൊന്ന് ചിരിക്കും. പണത്തിനു വേണ്ടി പുഞ്ചിരിക്കുന്നവളല്ല ഈ മാലിനി. കോടീശ്വരന്മാർ പണസഞ്ചിയുമായി പുറകെ നടന്നിട്ടും തിരിഞ്ഞു നോക്കാത്ത ഞാൻ കീഴടങ്ങിയത് അങ്ങയുടെ മുമ്പിൽ മാത്രമാണ്. എനിക്കതറിയാം മാലിനി. അതുകൊണ്ടല്ലേ എല്ലാ പേരും എതിർത്തിട്ടും ഞാൻ സകലവും നിന്റെ കാൽക്കൽ കാഴ്ചവെക്കുന്നത്. മാലിനി, നിന്റെ അരികിലെത്തുമ്പോൾ ഞാൻ മറ്റുള്ളതെല്ലാം മറന്നുപോകും. എന്റെ ജീവിതത്തിൽ ആനന്ദം പകരുന്ന ദേവതയാണ് സൗന്ദര്യത്തിന്റെ ദേവത. താങ്ക് യു സർ. ജോലി കഴിഞ്ഞിട്ട് വർത്തമാനം എന്താ? യെസ് സർ. ഒപ്പിടണോ മുദ്ര വയ്ക്കണോ? ശരി, മുദ്ര തന്നെ വെച്ച്. ഇനി കാര്യം പറയും. ശമ്പളം കൂട്ടിയതിന് താങ്ക് യു. കൊള്ളാം, താങ്ക്സോ. പ്രേമിക്കല്ലാതെ പിന്നെ ആർക്ക് കൂട്ടാൻ? കൊണുത്തോ? ആഹാ, ഒരു ഞാൻ റീസൺ പറയാമല്ലോ. മുതലാളി വിളിച്ചാൽ നീ ഒന്നും വിളിക്കണ്ട. വിളിച്ചാൽ എന്താ ചെയ്യണ? ആഹാ, ഏതാന്ന് മറ്റുമായോ? അതെ, താൻ എന്തോ ചെയ്യും? ആ, അത്രയ്ക്കായോ? ആഹാ, തരിക്ക് സ്വല്പം തരി കൂടുതലായതുകൊണ്ട് ഇപ്പൊ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. തന്റെ തരി എന്തെങ്കിലും കുറയുമല്ലോ, അന്ന് ഞാൻ ചോദിച്ചോളാം. എടോ, തന്റെ മുതലാളിയുടെ തോന്നിയാസങ്ങൾക്കൊക്കെ കൂട്ടുനിൽക്കുന്നത് താനാണെന്നാണല്ലോ ഇവരെല്ലാം പറയുന്നത്. ആണെങ്കിൽ ആർക്കാ നഷ്ടം? എന്റെ ഇഷ്ടമാ. നാണം കേട്ടോ. എന്തോ വാടോ. എടോ, കൊളുത്തേ കൊളുത്തേ. എന്തോ ആ പെണ്ണേതാടോ? അത് പിന്നെ പെണ്ണാ. ആണല്ലോ. അല്ലേ, ഇത് അസൽ പെണ്ണ. വാടോ. ഏ, കണ്ടിട്ട് കൊള്ളാമല്ലോട്. അയ്യോ മുതലാളി, അത് പിന്നെ തനിക്കെന്തൊരു വെപ്രാളം? പരിചയമുണ്ടോ? ഉണ്ടേ. ഭേഷ്. എവിടെ താമസം? ഇവിടെ അടുത്ത. എനിക്കൊന്ന് പരിചയപ്പെടണം. അവളൊരു രസികത്തിയാണെന്ന് തോന്നുന്നു. എന്താ? അയ്യോ മുതലാളി, ആ അവള് അത് തുടങ്ങി. എടോ, നാളെ രാത്രി എനിക്ക് അവളെ കാണണം.
നല്ല ലാഭമുള്ള കാര്യമാണെന്ന് പറഞ്ഞേക്ക്. ഇത് കൊടുക്ക. പോയിട്ട് വാ. കൊടുക്കാം. ജോലിസ്ഥലത്ത് നോക്കി നിൽക്കുന്ന എന്തിനാ? ഒന്നുമില്ലടി, എന്റെ ഭാര്യയായി നിന്നെ ഒന്ന് കാണാൻ വന്നോ. അത് വീട്ടിൽ വരുമ്പോ കണ്ടാ പോരെ? ഞാനും മുതലാളിയായിട്ടൊന്ന് നടക്കാൻ പോവാ. കഴിഞ്ഞ വരുന്നത് കൊടുത്തു. എല്ലാം പറഞ്ഞു കൊടുത്തു. എല്ലാം പറഞ്ഞു. പോ, അങ്ങോട്ടേക്ക് മാറിക്കാം. പോ. നിൽക്കൂ. വേലക്കാരി പെണ്ണ് എന്നെ തല്ലുന്നത് കണ്ടിട്ട് മാലിനി ഒരു അകത്തേക്ക്. ചെടി നിന്റെ ചെവിയെ നുള്ളിക്കോടി. ഈ നുള്ളിക്കോടി. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്. ആ വേലക്കാരി പെണ്ണിന്റെ അഹങ്കാരം കണ്ടില്ലേ? അവളെ വരട്ടെ, വേണ്ടതുപോലെ ഞാൻ ചെയ്യാം. ഇരിക്കും മാറ്റി. ഇരിക്കൂ. പിന്നെ മാലിനി വന്നതെന്തിനെന്ന് പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞ രൂപ ഉടനെ വേണം. ആ വസ്തുവിന്റെ ആൾക്കാർ ഇന്ന് ഉച്ചയ്ക്ക് വരും. ബാക്കി പണം ഇന്ന് കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ലേ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? നീ ഇഷ്ടം പോലെ കാണിക്കും. പക്ഷേ 10 പൈസ കിട്ടാനുള്ള വഴി അടയ്ക്കരുത്. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? വല്ലവരും കേട്ടാ എന്തോ വിചാരിക്കും? കണ്ടവന്റെ മുമ്പിൽ കൊഞ്ചാനും കുഴയാനും സ്വന്തം ഭാര്യയോട് പറയുന്നത്. പിന്നെ വല്ലവരുടെ ഭാര്യമാരോട് പറയാൻ ഒക്കുമോ? ഇങ്ങോട്ട് നോക്കിക്കേ. മുതലാളി ഒരു പെങ്കൂടിയനാ. അയാളുടെ മുമ്പിൽ ഒരു കൊച്ചു നാടകം അഭിനയിച്ചാൽ 5-6 പച്ചനോട്ട് നമ്മുടെ കയ്യിലാ. ഞാൻ എന്തോ വേണം? അയാളെ കാണുമ്പോ ഒന്ന് നാണിക്കണം. പിന്നെ ഒരു പുഞ്ചിരി പാസാക്കണം. പിന്നെ ഒരു കണ്ണേർ. ബാക്കി കാര്യം ഞാനേറ്റു. ഇത് അപകടമാകുമേ. ഓ കുന്തം, ഞാൻ പറയുന്ന പോലെ നീ അങ്ങ് അഭിനയിച്ചാ മതി. യമുന तीर विहारी
ഓർമ്മയുണ്ടോ? എന്ത് ചെയ്യാം, അലക്കൊഴിഞ്ഞിട്ട് പെണ്ണ് കെട്ടാൻ നേരമില്ലെന്ന് പറഞ്ഞതുമാതിരിയാ എന്റെ സ്ഥിതി. വന്ന കാലം നിൽക്കാതിരിക്കുക. സരി, കാപ്പി. ഇതാ വരുന്നു. ലക്ഷ്മിയോട് ചെല്ല്. അമ്മാവ, ഞങ്ങൾ വന്നത് ആ കല്യാണക്കാരി ഉറപ്പിക്കാനാണ്. ലക്ഷ്മി, ആ കാര്യത്തെ കുറിച്ച് ഞാനും ആലോചിച്ചു. പക്ഷേ എന്താണ് അമ്മാവ? തുറന്നു പറയുന്നതിൽ പരിഭവിക്കരുത്. ഗോപിയുടെ സ്വഭാവം മോശമാണെന്നാണ് പലരും പറയുന്നത്. ഗോപി നന്ന ചെറുപ്പം, നിയന്ത്രിക്കാൻ ആരുമില്ല. അമ്മാവി തൂക്കിടുകയായി. ഈ പരിസ്ഥിതിയിൽ അല്പസ്വല്പ പാകപ്പുകൾ ആർക്കാണ് വന്നുകൂടാത്തത്? വിവാഹം കഴിയുന്നതോടെ അവന്റെ ജീവിത രീതി പാടെ മാറുമെന്നത് നിശ്ചയമാണ്. മാറിയില്ലെങ്കിൽ എന്റെ മകളുടെ ഗതി എന്താവും? അതുകൂടെ ആലോചിക്കണം. സതി ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല അമ്മാവ. എന്തോ ഈ കാര്യത്തിൽ അവളുടെ അഭിപ്രായത്തിനാണ് പ്രാധാന്യം. ശരി, ഞാൻ അവളോട് ചോദിക്കാം. സതി, എന്താണ് ചേച്ചി? സതി, ഞങ്ങൾ വന്നതെന്തിനാണെന്ന് അറിയാമോ? അന്നത്തെ ആ കല്യാണം ഉറപ്പിക്കാനാണ്. ഞാൻ എന്ത് പറയാനാണ് ചേച്ചി? നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറയണം ചേച്ചി. പിന്നെ അദ്ദേഹത്തെ പറ്റി പലതും പറയുന്നുണ്ടല്ലേ? എനിക്കതറിയാം. പക്ഷേ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. അങ്ങനെ എന്തോ താൻ നല്ലവൻ, യോഗ്യൻ. തന്നെ ഞാൻ ഈ തോട്ടത്തിന്റെ മാനേജറാണ്. അയ്യോ മുതലാളി, അങ്ങനെ ചെയ്ത് കളയരുതേ. പാവമാണ്. ഞാനുണ്ടോ തനിക്ക്? എടോ കുളത്തെ, എന്തോ എണീക്കടോ, എണീക്കടോ. കൊളുത്തെണീറ്റ് നടക്കും. കൊളുത്ത് നടക്കുന്നു, നടക്കണോ? മുതലാളി, മുതലാളി അവിടെ പോയിരിക്കും. എവിടെ മുതലാളി പറഞ്ഞ കൊളുത്ത് അവിടെ പോയിരിക്കും. എടോ കൊളുത്തെ, എഴുന്നേൽക്കടോ. ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നതിനാ? ഇത് എന്തൊരു ചോദ്യമായി അങ്ങാതി. ഈ ഇരിപ്പ് വേണ്ടാത്തിന് സ്പഷ്ടമല്ലേ? ഒരു ഉപഷാപ്പല്ലയോ ഇരിക്കുന്നു. എടോ കൊളുത്തെ, എഴുന്നേൽക്ക്, അകത്ത് പോയി കിടക്ക്. ഞാൻ എവിടാ? തന്റെ വീട്ടിലെ വാഴക്ക് തന്നെ. ഇവിടം വരെ എങ്ങനെ വന്ന് പറ്റി? എന്റെ വീട്. അതേടോ തന്റെ വീട് തന്നെ. അയ്യോ, ചതിച്ചോ? എടി എടി തുറക്കടി. എടി എടി മഹാഭാവി, ദ്രോഹി, വഞ്ചകി. എടി അയ്യോ തുറക്കടി, ചതിച്ചോ? അയ്യോ, എന്ത് പറ്റിയടോ? ആര് ചതിച്ചു? എടി അവളോ അയാളോ? ഒന്നുമില്ല. അയ്യോ ഒന്നുമില്ല. ഇല്ല, ഒന്നുമില്ല. അത് വേണം, ഞങ്ങളെ ഒളിക്കാൻ ശ്രമിക്കുന്നു. ഏതയാൾ? അയ്യോ അയാളോ? ഒരയാളില്ല. ഞാൻ തലയ്ക്ക് വെക്കില്ല, അയാളൊക്കെ പറഞ്ഞു പോയി. ഒന്ന് ചുമ്മാ ഇരിയടോ, കാര്യം അറിയാൻ ഞങ്ങൾ പോകുന്നില്ല. തുറക്ക്, കഥ തുറക്ക്. അയ്യോ വേണ്ട, അതിനകത്ത് ആരുമില്ല, അവള് മാത്രമേ ഉള്ളൂ. എങ്കിൽ തനിക്ക് ഇത്ര ഒപ്രാളമുണ്ട്. മര്യാദയ്ക്ക് തുറക്കുന്നോ അതാ ചവിട്ടി തുറക്കട്ടാ? എന്ത് വേണം? ഇത്തിരി കിടന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല അല്ലേ? കിടന്ന് ഉറങ്ങുകയായിരുന്നു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഭർത്താവ് പോലും ഭർത്താവ്. അങ്ങനെ അങ്ങ് പരിവൃത ക്ഷമയാകടി. എന്നെ കുടിപ്പിച്ച് കുടിപ്പിച്ച് നാണംകെട്ട മനുഷ്യൻ. ഒരൊറ്റ അക്ഷരം വേണ്ടിയാൽ ബിന്ദുവടി ബിന്ദു. ഇനി ഞാൻ എന്തിനാ ഒളിച്ചു വെക്കുന്നത്? കേട്ടോ കൂട്ടരെ, ഇവൾ ഉറങ്ങുകല്ലായിരുന്നു. ഇതിനകത്തൊരാള്
അത് ഞങ്ങൾക്ക് മനസ്സിലായി. എടാ അകത്ത് വിളിച്ചിരിക്കാതെ പുറത്തോട്ട് വാ, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും. എന്റെ വീട്ടിനകത്ത് കയറിയാൽ നിന്റെ വീടോ? അപ്പൊ പിന്നെ എന്റെ വീടാണ് പോളിയത്. മനസ്സില്ല, നാണോ മാനം കെട്ട മനുഷ്യൻ. എടി പോകാനാ പറഞ്ഞത്. എന്റെ അടുത്തോന്നെ ഞാൻ തൊഴിച്ചു. എടാ ഇവിടെ പറഞ്ഞു കേട്ടോടാ, എടി തൊഴിക്ക് വന്ന്. എന്നാ തൊഴിയടി, തൊഴിയടി, തൊഴിച്ച് തൊഴിച്ച് കൊല്ലടി. ഇതിന് ഭേദമാഹ. മര്യാദയ്ക്ക് മാറി നിന്നോ. എന്നെ ഈ നിലയിലാക്കിയത് ആരാ? കാശിന് വേണ്ടി കണ്ടോന്റെ മുമ്പിൽ കുഴഞ്ഞാളം പറഞ്ഞിട്ട്. എടി നിർത്താൻ, നിന്റെ നാക്കി അമ്പെടുക്കും. മുതലാളി, മുതലാളി വേലി തന്നെ ഇങ്ങനെ വിളവ് തിന്നാലോ? ശരി, മുതലാളി തന്നെ ഇങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾക്കെന്താ നഷ്ടം? ഇതെന്റെ ഇവിടെ ഇഷ്ടം. അപ്പൊ ഞാനോ? അത് ഞാൻ തന്നെ പറയണോ? താൻ അറിയാതാണ് ഞാനിവിടെ വന്നത്. അത് പിന്നെ മുതലാളി, പിന്നെ താൻ കുടിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. ഇതങ്ങനെ വിടാൻ പാടില്ല. ആഹാ, താനാരാ? ഇവിടുത്തെ മജിസ്ട്രേട്ടോ? മാറി നിൽക്കട. നാണമില്ലല്ലോ ഇങ്ങനെ നോക്കി നിൽക്കാൻ. വാ നമുക്ക് പോവാം. ഇവിടം വരെ ഞാനുള്ളൂ, ഇനി തനിച്ചു പോയിക്കൊള്ളു. അയ്യോ, ചേച്ചി കൂടെ വരൂ. ഞാനോ? പേഷായി. സതി, ഇതിന് മാത്രം കൂട്ടുപാടില്ലെന്ന് അറിഞ്ഞുകൂടെ? മിടുക്കിയായിട്ട് പോകും. എന്റെ ചേച്ചിയല്ലേ, എന്നെ തനിച്ചു വിട്ടിട്ട് പോകരുത്. മണ്ടിപ്പെണ്ണെ, നീ ഇന്നു മുതൽ തനിച്ചല്ലെന്ന് അറിഞ്ഞുകൂടെ? നിന്റെ സുഖത്തിലും ദുഃഖത്തിലും എല്ലാം പങ്കുചേരാൻ ഒരു പുരുഷനുള്ള കഥ നീ മറന്നുപോയോ? സമയം കളയാതെ പോകും. അവൻ കാത്തിരുന്ന് മുഷിഞ്ഞു കാണും. ചെല്ലു. ഓമനെ, ഈ രാത്രി എന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത രാത്രി. നിന്റെ മാതക നയനങ്ങളിൽ ഉറ്റുനോക്കി ഈ പൂവിടെ തലോടി ഈ അതരങ്ങളിലെ മത നുകർന്നു കഴിയുമ്പോൾ ഞാൻ മറ്റുള്ളതൊക്കെ മറന്നു പോകും. പ്രിയേ, നീയാണ് എന്റെ ജീവിതത്തിൽ പൂനിലാവിന്റെ പാലൊളിയും പനിനീർപ്പൂവിന്റെ പരിമളവും പരത്തുന്ന സ്വപ്ന സുന്ദരി. ഇതെല്ലാം അങ്ങ് മണിയറയിൽ വേണ്ടതായിരുന്നു. ഇതാണ് എന്റെ മണിയറ. എന്നും മധുവിത് കൊണ്ടാടാൻ കാത്തിരിക്കുന്ന പുത്തൻ വധുവിനെ വിട്ടിട്ട് പോരാൻ എങ്ങനെ മനസ്സ് വന്നു? ഇന്നെങ്കിലും എന്റെ മധുവിധു എന്നും കൊണ്ടാടുന്നത് ഇവിടെയല്ലേ? ഇന്നും ഇവിടെ തന്നെ മാറി. പാവം പെണ്ണ്. വരില്ലെന്ന് വിചാരിച്ചോ? നീ എവിടെ അറിഞ്ഞടാ? ഒരിടത്ത് പോയിരുന്നു. അത് മനസ്സിലായി. ആ ഇടമേതാണെന്നാ ചോദിച്ചത്. അതറിയേണ്ട ആവശ്യം? എടാ നാണം കെട്ടവനെ, അത് ചോദിക്കാൻ നിന്റെ നാവ് ഇരുന്നല്ലോടാ. വിവാഹരാത്രി ഭാര്യയെ തനിയെ വിട്ടിട്ട് പോയ നീയാണോ പുരുഷൻ? എടാ, അമ്മാവന്റെ കാല് പിടിച്ച് കരഞ്ഞതിന്റെ ഫലമായിട്ടാണ് സതിയെ നിനക്ക് വിവാഹം കഴിച്ചിടാൻ സമ്മതിക്കുന്ന കാര്യം നിനക്കറിയാമോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വിവാഹമേ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എല്ലാവരും കൂടി എന്റെ തലയിൽ ഭാരം വലിച്ചു വെച്ചിട്ട്. എന്തു പറഞ്ഞടാ? അയ്യോ ചേച്ചി, അരുത്. ഞാൻ കാരണം നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകരുത്. ഓ, നിന്റെ ഒരു കാരുണ്യം. എന്റെ വിധി. അല്ല സതി, ഈ കുടുംബത്തിന്റെ ദുർവിധി. അതിൽ പങ്കുചേരാൻ നിന്നെ വലിച്ചു വെച്ച് ഞാനാണ് തെറ്റുകാരി. സാറേ, എനിക്കിവിടെ വേണ്ട, ഞാൻ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ഒക്കുമോ? നിങ്ങൾ കൂടി ഈ സംഭവത്തിന് ഉത്തരവാദിയല്ലേ? സാറേ, ആ മുതലാളുടെ കയ്യിൽ നിന്ന് കുറച്ച് രൂപ അടിക്കാന്ന് കരുതിയാ ഞാൻ പറഞ്ഞത്. അതിങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചു. എന്റെ സാറേ, ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞത് കൊണ്ടാണ്. മതി മതി, നാണക്കേട്. നടന്നത് നടന്നു. ഇനി വേണ്ടത് മുതലാളിയെ കൊണ്ട് സമാധാനം പറയിക്കുകയാണ്. മേലാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അതെ അതെ, സമാധാനം പറയിക്കണം. അതിന് ഒരു മാർഗമേ ഉള്ളൂ, സത്യഗ്രഹം. മുതലാളിയുടെ പഠിക്കൽ കുത്തിയിരിപ്പ് സത്യഗ്രഹം. തയ്യാറാണോ? ഞാൻ എന്തിനും തയ്യാറാ സാറേ. എന്റെ വയറ്റിലെ കുഞ്ഞിന് ഒരു അച്ഛൻ വേണമല്ലോ. എന്നെ കിട്ടത്തില്ല, മൂന്നിടത്തല്ല. ഞാൻ ആർക്ക് വേണം? മതി മതി, നമുക്ക് മുതലാളിയുടെ വീട്ടിലേക്ക് പോകാം. വരൂ. പോയിരിക്കെ, എവിടെയെങ്കിലും പോയിരിക്കെ. ആരുടെയെങ്കിലും മുമ്പിൽ പോയിരിക്കും. നശിച്ചവിടെ എവിടെയെങ്കിലും പൊക്കോ, പൊക്കോടി, എവിടെയെങ്കിലും പൊക്കോ.
ഇതെനിക്ക് വേണ്ട. എല്ലാം തീരാറായി പ്രേമേ. അങ്ങേയറ്റം 2 ആഴ്ചക്കുള്ളിൽ ഈ എസ്റ്റേറ്റ് ക്ലോസ്. ദേഷ്യപ്പെടുന്ന എന്തിനാ? സാറ് മുതലാളിക്കെതിരായി തൊഴിലാളികളെ ഇളക്കി വിട്ട വാസ്തവമല്ലേ? ബാങ്കുകാരോട് ഇവിടെ ആകെ പണപ്പിടിപ്പാണെന്ന് പറഞ്ഞില്ലേ? ദ്രോഹി! അതാ മുതലാളി വന്നല്ലോ. പൊന്നു മുതലാളി, സങ്കടമുണ്ട്. നടന്ന കാര്യം പറഞ്ഞാൽ ഈ പണിക്കർ സാർ ഞങ്ങളെ സസ്പെൻഡ് ചെയ്യുമെന്ന്. ഗോപി, ഇവൻ പറയുന്നത് മുഴുവൻ പച്ച കളമാണ്. ഇവനും കൂടി ചേർന്ന്. എനിക്കെല്ലാം അറിയാം. ഞാനത്ര മടയനൊന്നുമല്ല. ഇവർ രണ്ടുപേരെയും ഉടൻ തന്നെ ഇവിടുന്ന് പുറത്താക്കണം. അത് നിശ്ചയിക്കേണ്ടത് ഞാനാണ്. അപ്പോൾ എന്റെ വാക്കിനേക്കാൾ നീ വില കൽപ്പിക്കുന്നത് ഈ തമ്മാടിയുടെയും മറ്റും വാക്കിനാണ്. ഇതൊരു ഓഫീസാണ്. അന്തസ്സായിട്ട് സംസാരിക്കണം. അവിടം വരെയായോ? ശരി, എന്നാൽ അന്തസ്സില്ലാത്ത ഞാൻ പോയേക്കാം. എന്നെ പേടിപ്പിക്കുകയാണ്. അല്ല, എന്നെ രക്ഷിക്കുകയാണ്. ഇത്ര കാലവും പലതും വിചാരിച്ച് ഞാൻ ക്ഷമിച്ചു, സഹിച്ചു. ഇനിയും ഇത് വയ്യ. നീ നിശേഷം നശിക്കുന്നത് കാണാൻ ഞാൻ കൂട്ടു നിൽക്കില്ല. ഇതാ സേഫിന്റെ താക്കോൽ. അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? അച്ഛനോട് പറഞ്ഞ വാക്ക് പാലിക്കാനെങ്കിലും. അത് കരുതിയാണ് ഇത്രയും കാലം എല്ലാം സഹിച്ച് ഞാനിവിടെ കഴിഞ്ഞത്. പക്ഷേ ഞാനും ഒരു മനുഷ്യനല്ലേ. എന്റെ ക്ഷമിക്കൊരു അതിരില്ലേ? ഈ നിലയിൽ ഇവിടം വിട്ടു പോയാൽ എലിയെ തോൽപ്പിക്കാൻ ഇല്ലം ചുടുന്നത് പോലെ ആകുകയല്ലേ? ദയവായി ആലോചിച്ച് നോക്കണം. ആഹാ, ഇയാൾ ഇനിയും പോയില്ലേ? എന്ത് പറയാ? അവന്റെ ഇയാള്, ഇദ്ദേഹം നിന്റെ ഇയാളായിപ്പോ ഇല്ലടാ. അച്ഛൻ മരിച്ചതിന് ശേഷം നിന്റെ തോന്നിയാസങ്ങളെല്ലാം സഹിച്ച് ഈ കുടുംബത്തിന് വേണ്ടി ഇത്രയും നാൾ പാടുപെട്ടില്ലേ? അതിന്റെ നന്ദി അല്ലേടാ. നീ നിശേഷം നശിക്കാതിരിക്കാൻ രാപകൽ പരിശ്രമത്തിന്റെ പ്രതിഫലം അല്ലേ? നിനക്ക് നാവ് ഉയർന്നല്ലോടാ ഇയാളെന്ന് വിളിക്കാൻ. നന്ദി കെട്ട മൃഗമേ. എന്നെ ആരും ഗുണദോഷിക്കണ്ട. എനിക്ക് ആരുടെ സഹായവും വേണ്ട. നിനക്കാരുടെയും സഹായം വേണ്ട അല്ലേ? നാണം കെട്ടവൻ. കല്യാണം കഴിച്ച പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചിട്ട് കണ്ടയിടം നിലഞ്ഞടക്കുന്ന നീയാണോ പുരുഷൻ? കണ്ടില്ലേ ആ ഗേറ്റിൽ കൊടിയും പിടിച്ച് ഒരു ഗർഭിണി സത്യാഗ്രഹം ഇരിക്കുന്നത്? അവൾ മതിയല്ലോടെ നിന്റെ യോഗ്യതയെല്ലാം തെളിയിക്കാൻ. നീ എന്റെ കൂടെ പുറപ്പാണെന്ന് പറയാൻ പോലും ഞാൻ ലജ്ജിക്കുന്നു. പറയണ്ട. എന്റെ കാര്യത്തിൽ ആരും തലയിടണ്ട. ലക്ഷ്മി, വെട്ടുപോത്തിനോട് വേദ മുതൽ നിനക്ക് ഭ്രാന്തുണ്ട്. സമയം കളയാതെ പോവാം. മോളെ ലക്ഷ്മി, നീ എന്നെ വിട്ടിട്ട് പോവുകയാണോ മോളെ? ഈ കിഴവിക്ക് നീ എത്ര കാലം ഉണ്ടോ? എന്റെ കണ്ണടയുന്നത് വരെയെങ്കിലും. അമ്മേ, അമ്മേ, അദ്ദേഹം എന്റെ മോള് പൊയ്ക്കോ. നീ ഈ നരകത്തിൽ കിടന്ന് നീർന്നു എന്തിനാ? മോള് പൊയ്ക്കോ. അമ്മ വിഷമിക്കാതിരിക്കട്ടെ. ഞാൻ പോകുന്നില്ല. ചേട്ടാ, അമ്മ ഈ നിലയിൽ വിട്ടിട്ട് ഞാൻ എങ്ങനെ വരാനാണ്? ആ ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഞാനിവിടെ താമസിക്കണമെന്ന് നീയും നിർബന്ധിക്കരുത്. ഞാൻ പോകുന്നു. അമ്മയുടെ അസുഖമെല്ലാം മാറിയിട്ട് നീ വന്നാൽ മതി. സ്നേഹം നിറഞ്ഞ ചേച്ചിയുടെ ഉപദേശം ഞാൻ ചെവിക്കൊണ്ടില്ല. പരമസാധുവായ ഭാര്യയുടെ കണ്ണീര് ഞാൻ കണ്ടതുമില്ല. മദ്യത്തിന്റെ അടിമയായി കഴിഞ്ഞ ഞാൻ തോന്നിയപടി താറുമാറായി ജീവിച്ചു. ഓഹോ, ഇതിനകത്ത് വെച്ചും കൂടി തുടങ്ങിയോ? സതി, നീ ഇതെങ്ങനെ സമ്മതിച്ചു? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ചേച്ചി? ഇതിവിടെ കൊണ്ടുവന്നപ്പോൾ എടുത്ത് ദൂരെ തെറിയാത്തതെന്ത്? ഇതിനകത്ത് ഇത് സാധ്യമല്ലെന്ന് തന്റെ അടുത്തോടെ പറയാത്തതെന്ത്? എനിക്കതിന് എന്ത് അധികാരം? ഒരു ഭാര്യയുടെ അധികാരം എന്തെന്ന് ഞാൻ പറഞ്ഞു തരണം. നീ പഠിച്ചവളല്ലേ. ഭർത്താവിനെ നേർവഴിക്ക് നയിക്കേണ്ടത് ഭാര്യയുടെ കടമയാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? വിറ്റ് കിട്ടിയ പണം പോലും ഞാൻ ധൂർത്തടിച്ചു. എസ്റ്റേറ്റിലെയും വീട്ടിലെയും കാര്യങ്ങൾ ആകെ കുഴഞ്ഞു. കടം നാൾക്ക് നാൾ വർദ്ധിച്ചു. അവസാനം എന്തിനാ മോളെ ഈ മരുന്നല്ല? ദൈവം എന്നെ വേഗം അങ്ങ് വിളിച്ചോണ്ടാ മതിയായിരുന്നു. അമ്മ കുടിക്കണം. എന്താ കോർട്ടിൽ നിന്നാണ് ഒരു നോട്ടീസ്. നോട്ടീസോ? അതെ, ഈ കെട്ടിടവും വസ്തുക്കളൊക്കെ ബാങ്കിൽ നിന്ന് ജപ്തി ചെയ്തിരിക്കുക.
എല്ലാം നശിപ്പിച്ചു. എന്റെ ഭഗവാനെ, ആരാത്? ആരെന്നല്ലേ ചോദിച്ചത്? ഞാൻ തന്നെ. ഞാനോ? പേരില്ലേ? ഞാനാണ് ഗോപി. എന്നാ നേരത്തെ പറയരുതോ? അയ്യോ, ഇതാര്? മുതലാളിയോ? മാലിനി, നീയും എന്നെ പരിഹസിക്കുകയാണ്. ഞാനിന്ന് മുതലാളിയല്ല, തൊഴിലാളിയേക്കാൾ ദരിദ്രനാണ്. എന്ത് പറ്റി? കടം കൊണ്ട് നിന്ന് തിരിയാൻ വയ്യ. അതിലെന്താണ് അതിശയം? പണം വാരിക്കോരി ചെലവാക്കിയ കടം വന്നു കൂടും. മാലിനി, നീയാണോ ഇത് പറയുന്നത്? ഞാൻ ചിലവഴിച്ച പണത്തിൽ നല്ലൊരു പങ്ക് പറ്റുമല്ലേ നീ? ഇതുപോലെ എത്ര സ്ഥലത്ത് ചെലവഴിച്ചു കാണും? മാലിനി, നിന്നെ അല്ലാതെ മറ്റൊരുവളെ. ഇത് പറയാനാണോ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? അല്ല, ആശ്വാസം തേടി വന്നതാണ് ഞാൻ. ഈ അവസരത്തിൽ നീ എന്നെ സഹായിക്കണം മാലിനി. എങ്ങനെ? ഈ നാട്ടിൽ താമസിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. എന്റെ വീട് പോലും ജപ്തി ചെയ്യാൻ പോവുകയാണ്. ആ അപമാനവും സഹിച്ചുകൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അതിന് ഞാൻ എന്ത് വേണം? എനിക്കുടനെ 1-2 സ്ഥലങ്ങളിൽ പോകണം. കുറച്ച് പണം കടം വാങ്ങാനാണ്. യാത്രയ്ക്കുള്ള പണം നീ തരണം. മടങ്ങി വന്നാലുടൻ ഞാൻ തിരിച്ചു തരാം. എന്റെ കയ്യിൽ പണമില്ല മിസ്റ്റർ. മാലിനി, നിന്റെ ആഭരണങ്ങൾ പണയം വെച്ചെങ്കിലും. ആഭരണങ്ങൾ പണയം വെക്കാനോ? കൊള്ളാം. എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? നൃത്തത്തിന് പോകണ്ടേ? മാലിനി, ഞാൻ വാങ്ങി തന്നതല്ലേ അത് മുഴുവനും? വെറുതെ അല്ലല്ലോ. മാലിനി, ശബ്ദമുണ്ടാക്കരുത്. വല്ലവരും കേട്ടാൽ എനിക്കാണ് കുറച്ച്. എന്ത്? നിനക്ക് കുറച്ചിലോ? എടി വേശ്യേ! നിർത്തണം. മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യടി? വെടലിക്ക് പഠിച്ച് പുറത്താ. മാലിനി, സ്വന്തം വീട്ടുകാർ പോലും എന്നെ വെറുത്തു. മധു തന്നെ പറയൂ, ആത്മഹത്യയല്ലാതെ എനിക്ക് മറ്റു മാർഗം വല്ലതും ഉണ്ടോ? പറയൂ. എന്റെ കൂടെ വരൂ, എന്തെങ്കിലും മാർഗം ഉണ്ടാക്കാം. ഒരു മാർഗവുമില്ല മധു, ഞാൻ വരുന്നില്ല. ഇങ്ങനെ നിരാശപ്പെട്ടാലോ? വരാനല്ലേ പറഞ്ഞത്? ഗോപിയെ ഈ നിലയിൽ വിട്ടിട്ട് ഞാൻ ഏതായാലും പോകില്ല. എഴുന്നേക്കൂ, വരൂ. ഗണേഷ്, ഗണേഷ്, അല്ല ഇയാൾ ഉറങ്ങിയോ? ഗണേഷ്, ഗണേഷ്, ഓടി. ശല്യം ചെയ്യാതെന്ന് ഉറങ്ങിക്കോട്ടെ. എടോ, ഇത് ഞാനാ. ഉണരൂ. ഞാൻ എവിടെയാ? കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ. കാറോ? എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അത് മനസ്സിലായി. കാർ വിടും. കേറിയാട്ടെ. കുഞ്ഞ ഇനി എങ്ങോട്ടാണ്? എന്റെ പൊന്നു കുഞ്ഞെ, എനിക്ക് കാർ ഓടിക്കാൻ വയ്യ. എന്ത്? കാർ ഓടിക്കാൻ മേലെ? എന്റെ പൊന്നു കുഞ്ഞെ, ഉള്ളത് പറയാമല്ലോ. ഞാൻ ആ ക്ലബിൽ ചുമ്മാ ഇരുന്നപ്പോഴേ ഗ്യാസ് മേപ്പോട്ടൊരു കയറ്റം. അപ്പോഴേ സ്വല്പം, അതായത് 2 ഔൺസ് ഇരുന്നപ്പോഴത്തേക്കും അവൻ കയറി തലക്ക് പിടിച്ചു. ഇപ്പൊ കാണുന്നതൊക്കെ ഡബിളായിട്ടാ. അതുകൊണ്ട് ഇപ്പൊ വണ്ടി ഓടിച്ചാലേ ഡേഞ്ചറൻസാ. താനെന്ത് ഭ്രാന്തായി പറയുന്നത്? പ്രാന്തല്ല കുഞ്ഞെ, കുഞ്ഞിനെ പോലും ഇപ്പം കണ്ടത് ഡബിളായിട്ടാ. പിന്നെ എങ്ങനെ വണ്ടി ഓടിക്കും? കുഞ്ഞ് തന്നെ വണ്ടി ഓടിച്ചു. എടോ മണ്ട് ഗണേശ, താൻ കണ്ടത് ഗോപിയെയാ. ഗോപിയോ? അതെ, എന്നെ പോലെ ഇരിക്കും. വന്നു നോക്ക്. ഓ, ഏത് ഗോപിയുടെ? അതൊക്കെ പിന്നീട് പറയാം. നീയും എന്റെ മകൻ തന്നെ. മധു, നീ എന്താ ഒന്നും പറയാത്തത്? എന്റെ അമ്മ പറയുന്നതിനപ്പുറം ഞാൻ എന്ത് പറയാനാ? ഗോപി ഇവിടെ താമസിച്ച് വിശ്രമിക്കട്ടെ. വയ്യ, എന്റെ വീടും സ്വത്തുക്കളും നാളെ കടക്കാർ ജപ്തി ചെയ്യും. എനിക്ക് പോകണം. വേണ്ട, നിനക്ക് പകരം ഞാൻ പോകാം. എന്ത്? എനിക്ക് പകരം ചേട്ടനോ? അതെ ഗോപി, ഭാഗ്യം കൊണ്ട് നാം ഇരട്ടവറ്റവരെ പോലെയാണ്. ആരും വേർതിരിച്ചറിയില്ല. നിനക്ക് പകരം ഞാൻ പോയി എല്ലാം നേരെയാക്കാം.
അതുവരെ നീ എനിക്ക് പകരം ഇവിടെ താമസിച്ചാൽ മതി. എന്താ അമ്മേ? അതിനെന്ത്? എന്റെ അടുത്ത് ഒരു മകൻ ഉണ്ടായിരുന്നാൽ മതി. ഗോപിയെ ഞാൻ നോക്കിക്കൊള്ളാം. നീ മടങ്ങി വരുമ്പോഴേക്ക് അവനെ നല്ലവനാക്കി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. ഇപ്പോഴെല്ലാം മനസ്സിലായി. പക്ഷേ സതിയുടെ പ്രശ്നമാണ് എന്നെ പേടിപ്പിക്കുന്നത്. ഒരു ഭാര്യയ്ക്ക് സ്വന്തം ഭർത്താവിനെ തിരിച്ചറിയുവാൻ 1000 അടയാളങ്ങളുണ്ടായിരിക്കും. ഈ ആൾമാറാട്ടം സതി കണ്ടുപിടിക്കുമെന്നത് നിശ്ചയമാണ്. അത് വിചാരിച്ച് വിഷമിക്കേണ്ട. ഞാനും സതിയും നിയമത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരു നിമിഷം പോലും അങ്ങനെ കഴിഞ്ഞിട്ടില്ല ചേട്ടാ. ഞാൻ തുറന്നു പറയാം, സതി ഇന്നും കന്യകയാണ്. ഗോപി, അതിനൊരു കളങ്കവും ഉണ്ടാകാതെ കാത്തു സൂക്ഷിച്ച് ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഇതാ എന്റെ വിവാഹമോതിരം. ഇത് മാത്രമേ ഉള്ളൂ ഞാൻ നശിപ്പിക്കാത്തതായിട്ട്. അതിപ്പോൾ ഊയെടുത്തത് എന്തിനാ? ചേട്ടന്റെ വിരലിൽ അണിയാൻ. എന്ത്? എന്റെ വിരലിൽ അണിയാനോ? വേണ്ട, പാടില്ല. വേണം. ഇതോടൊന്നിച്ച് ഞാൻ എന്റെ കഴിഞ്ഞകാല ജീവിതം മുഴുവനും അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. അതിലെ കളങ്കമെല്ലാം തുടച്ചു മാറ്റി ഞാൻ തിരിച്ചേൽപ്പിക്കും. ഗോപി എന്നെ വിശ്വസിക്കൂ. ഞാൻ ചേട്ടനെ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരെ വിശ്വസിക്കാനാണ്? എന്താ, ശരിയായിരിക്കുന്നോ? കറക്റ്റ്. അമ്മയുടെ അനുഗ്രഹം ഒന്ന് മാത്രമേ എനിക്ക് ആശ്രയമായുള്ളൂ. ഗണേഷ് സാർ, പിന്നെ നാടകം തുടങ്ങുകയാണ്. അതെ കുഞ്ഞ്, സൂക്ഷിക്കണം. വല്ലവരും അറിഞ്ഞാലേ ആകെ കൊളാപ്ലിക്കേഷൻ ആകും. ശരിയാണ്. ഞാൻ ഗോപിയായി ജീവിക്കണം. മാനസാന്തരം വന്ന ഗോപി. ഗണേഷ്, താൻ എങ്ങും പോകരുത്. സദാ എന്റെ സമീപത്തുണ്ടായിരിക്കണം. പ്രതീക്ഷിക്കാത്ത വല്ല കുഴപ്പവും ഉണ്ടായാൽ. അതല്ലേ ഞാൻ ഏറ്റു കുഞ്ഞ്. കുഞ്ഞിന്റെ മുഖത്ത് വല്ലവരും വശക്കേടായിട്ടൊന്ന് നോക്കിയാ മതി. ഇടിച്ച് ഞാൻ അവന്റെ റേഡിയേറ്റർ ലീക്കാക്കും. താങ്കൾ വഴക്കൊന്നും ഉണ്ടാക്കരുത്. ആവശ്യമുള്ളപ്പോൾ ഞാൻ വിളിക്കാം. ഞാൻ നല്ല കണ്ടീഷനായിട്ട് ഇവിടെ കാത്തിരുന്നോളാം. ചേട്ടൻ വരുന്നു. ചേട്ടനോ? അതെ, ഗോപിക്കുഞ്ഞല്ലേ. അമ്മേ, അമ്മേ, അമ്മേ. എന്റെ മോനെ, അമ്മേ, എനിക്ക് മാപ്പ് തരും അമ്മേ. ഞാൻ അമ്മയെ വളരെ വേദനിപ്പിച്ചു, എല്ലാവരെയും വേദനിപ്പിച്ചു. ഗോപി, നിന്റെ എഴുത്ത്. ശരിയാണ് ചേച്ചി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ നിശ്ചയിച്ചതാണ്. പക്ഷേ ദൈവം എന്നെ അനുവദിച്ചില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നടന്ന പരമാർത്ഥം. മരിക്കാൻ ഇറങ്ങി തിരിച്ച എന്നെ ഒരു വലിയ മനുഷ്യൻ കൈപിടിച്ച് രക്ഷിച്ചു. അദ്ദേഹം എന്നെ ഉപദേശിച്ചു, നേർവഴിയിലേക്ക് നയിച്ചു. ഞാനിന്നൊരു പുതിയ മനുഷ്യനാണ്. എനിക്ക് മാപ്പ് തരില്ലേ ചേച്ചി? ഗോപി, നീ മാപ്പ് ചോദിക്കേണ്ടത് എന്നോടല്ല. നീ പോയ നിമിഷം മുതൽക്ക് നെഞ്ചുപൊട്ടിക്കരയുന്ന പാവം സതി, അവളോടാണ്. സതി, നിന്നെ ഞാൻ കഠിനമായി ദുഃഖിപ്പിച്ചു. നിർദ്ദയം എന്നോട് പെരുമാറി. അയ്യോ, ക്ഷമിക്കൂ. അങ്ങനെ പറയരുതേ. എനിക്കൊരു പരാതിയുമില്ല. എനിക്കെന്റെ ദൈവത്തിനെ തിരിച്ചു കിട്ടിയല്ലോ. കൂലി തൊഴിലാളികളോട് എന്തൊരു സ്നേഹമാണ്. നാം എല്ലാം അതിൽ സന്തോഷിക്കേണ്ടവരാണ്. കേളുവെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തോ മിണ്ടാന. ആ മുതലാളി എന്നെ കണ്ടിട്ട് കണ്ട ഭാവം പോലും നടിച്ചില്ല. എന്തിനെല്ലാം കൂട്ടുനിന്നവനാ ഞാൻ. അതെല്ലാം മറന്നു. അത് തന്റെ നല്ല കാലം. എടോ കൊടുത്തേ, താൻ അതൊന്നും പോയി ഓർമ്മിപ്പിക്കരുതേ. പണ്ടത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. ഞാൻ അതൊന്നും മറക്കത്തില്ല ചേട്ടാ.
എന്റെ ആകപ്പാടെ ഉണ്ടായിരുന്ന ഏക ഒരു വൈഫല്യോ കൈവിട്ടു പോയി. അതിൽ പിന്നെ ഞാൻ എവിടെല്ലാം ഒരു വൈഫിന് വേണ്ടി തിരക്കി. ഒരു മരുന്നിന് പോലും ഒന്ന് കിട്ടിയോ? ഏയ്, ഭാസ്കര പണിക്കർ അദ്ദേഹം ഉണ്ടോ ഇവിടെ? മനുഷ്യ, നിങ്ങളോടാ ചോദിച്ചത്. ചേടാ, നിങ്ങൾക്ക് ചെവി വെക്കാൻ പാടില്ലേ? എന്നെ അവിടെ വെച്ച് അപമാനിച്ചത് പോരാൻ ഇവിടെയും വന്നിരിക്കുന്നു. എന്റെ ക്ഷമയ്ക്ക് ഒരു അതിരുണ്ട് ഗോപി. ചേട്ടാ, എന്റെ കണ്ണിന് അസുഖമായതുകൊണ്ട് ആളെ ശരിക്ക് കാണാൻ വയ്യായിരുന്നു. ശബ്ദം കേട്ടപ്പോഴാണ് മനസ്സിലായത്. ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. എന്റെ കൂടെ ഉടനെ വരികയും വേണം. വരാൻ എങ്ങോട്ട്? ഓഫീസിലേക്ക്. ഇതാ താക്കോൽ. താക്കോൽ? അതെ, സേഫിന്റെ താക്കോൽ. എസ്റ്റേറ്റ് വീണ്ടെടുത്തു. പക്ഷേ കാര്യങ്ങളെല്ലാം കുഴഞ്ഞിടക്കുകയാണ്. ചേട്ടൻ വേണം അതെല്ലാം ശരിപ്പെടുത്താൻ. ഞാൻ എല്ലാ ചുമതലയും അങ്ങോട്ട് ഏൽപ്പിക്കുകയാണ്. വേണ്ട ഗോപി, നീ തന്നെ നടത്തിയാൽ എനിക്കതിനുള്ള കഴിവൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ. ഇത് പണ്ടത്തെ ഗോപിയല്ല. ആ ഗോപി ചെയ്ത തെറ്റുകളെല്ലാം തിരുത്താൻ തീരുമാനിച്ച പുതിയൊരു ഗോപിയാണ്. അതിന് ചേട്ടൻ എന്നെ സഹായിക്കണം. ഇത് സത്യമാണോ? അതേ ചേട്ടാ, എല്ലാം ഞാൻ വിവരിച്ചു പറയും. വരൂ. സതി, സതി, എന്താ? ചേച്ചി എവിടെ? ഞാനിപ്പോ വിളിച്ചോണ്ട് വരാം. ചേച്ചി, ചേച്ചി, ആരാ വന്നിരിക്കുന്നത് നോക്കൂ. ചേച്ചി, ഇതാ ചേട്ടനെ കൊണ്ടുവന്ന് കയ്യിൽ തന്നിരിക്കുന്നു. ഗോപി, നീ ഇതാണ് ഫോൺ ചെയ്തത്. ഒരു വിരുന്നുകാരൻ വരുന്നുണ്ടെന്ന്. ചേച്ചി, സതി, ഞങ്ങൾക്ക് 2 കപ്പ് ചായ. ഇതാ ഇപ്പൊ കൊണ്ടുവരാം. ഇനിയെല്ലാം ചേട്ടന്റെ ഉപദേശം അനുസരിച്ചായിരിക്കും ഇവിടെ നടക്കുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ചേട്ടൻ എന്റെ ചെവിക്ക് പിടിക്കണം. അതെ, അങ്ങനെ തന്നെ വേണം. ആ, അതിരിക്കട്ടെ. അമ്മാവിയുടെ അസുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. ഗോപി ആള് മാറിയതോടെ എന്റെ അസുഖവും മാറി. അതാ കേട്ടോ, വരുന്നുണ്ട്. നീ വന്നെന്നറിഞ്ഞുകൊണ്ട് ആ സത്യാഗ്രഹികൾ വീണ്ടും വന്നതായിരിക്കും. എങ്ങനെയെങ്കിലും അതൊന്ന് ഒതുക്കി തീർക്ക്. അതിനെന്താ, ഞാൻ പറഞ്ഞു തീർക്കാമല്ലോ. വേണ്ട, നീ ചോദിക്കാൻ പോകണ്ട. അത് അന്വേഷിക്കേണ്ടത് എന്റെ ധർമ്മമല്ല ചേട്ടാ. വേണ്ട ഗോപി, ആ സ്ത്രീയുടെ പിന്നിൽ റൗഡികൾ ഉണ്ടെന്നാണ് കേൾവി. ഞാൻ ചോദിക്കാം. ടീ റെഡി സാർ. അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, കല്യാണ സത്യാഗ്രഹം സിന്ദാബാദ്, അമാച്ചിയുടെ കല്യാണം സിന്ദാബാദ്, അമാച്ചിയുടെ കല്യാണം സിന്ദാബാദ്. നമ്മൾ രണ്ടുപേരും മാത്രമായി മുതലാളി ഇപ്പൊ ജയിക്കുന്ന മട്ടം. മറ്റൊന്നുമല്ല, ജയിച്ചു കഴിഞ്ഞു. തൊഴിലാളികളെല്ലാം മുതലാളിയെ ചെൽപ്പടിയില്ല. കൂലിയെല്ലാം തീർത്തു കൊടുത്തു. എസ്റ്റേറ്റ് ശരിക്കും നടക്കും. ഇനിയിപ്പോ തൊഴിലാളികൾ ഇതിന് കൂട്ടിയേക്കാൻ നിൽക്കുമോ? ഈ പെണ്ണിന്റെ വാക്ക് കേട്ട് ഇറങ്ങി തിരിച്ച നമ്മളാ ഇപ്പൊ ആപ്പിലായത്. വന്നു പോയില്ലേ, 2 വിളി വിളിക്കാം. എല്ലാവരും വരുമോ എന്ന് നോക്കാം. കല്യാണ സത്യാഗ്രഹം സിന്ദാബാദ്, അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, അമാച്ചിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, കല്യാണ സത്യാഗ്രഹം അങ്ങനെ തന്നെ വിളിക്കണം. കാമാക്ഷിയുടെ കല്യാണം, നാട്ടുകാരുടെ കല്യാണം, കാമാക്ഷിയുടെ ഗർഭം, നാട്ടുകാരുടെ ഗർഭം, കാമാക്ഷിയുടെ പ്രസവം, നാട്ടുകാരുടെ പ്രസവം, കാമാക്ഷിയുടെ കുഞ്ഞ്, നാട്ടുകാരുടെ കുഞ്ഞ്. എന്തെന്നാ പക്ഷേ ഈ വേണ്ടാത്തത്? കല്യാണമോ? പിന്നെ എന്തിനാ ഈ ഉച്ചയ്ക്ക് ഈ വെയിലും കൊണ്ടോണ്ട് ഈ കുരിശും പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നത്? താനാരാ ചോദിക്കാൻ? നിന്റെ തന്ത. മനസ്സിലായോ? നോക്ക്, ഞാൻ ആളല്പം മിലിറ്ററിയാ. കഴിഞ്ഞ വാറിന് നിന്നെ പോലെ ഞാൻ 100 എണ്ണത്തിനെ തട്ടിയവനാ. വശക്കേടായിട്ട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, നിന്റെ എല്ലാം വാര്യലിയാനൂരി എടുക്കും. ആ, തൊഴിലാളികളെ തൊട്ട് വിളിച്ചാൽ ചങ്കൊളുക്കും. ആരാടാ തൊഴിലാളി? എടാ, പെറ്റി വീണ പിന്നെ ഒരു തൊഴിലും ചെയ്യാതെ ചെമ്മണിയായിട്ട് കിടക്കുന്ന നീയോ, ആണുങ്ങളെ പോലെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഞാനോ? ഇപ്പം പറഞ്ഞ ശരി. നിനക്കൊക്കെ മർദ്ദനം ആവശ്യം. പിന്നെ പക്ഷേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഇതെല്ലാം കളഞ്ഞേച്ച് എസ്റ്റേറ്റ് മാനേജരെ പോയി കണ്ടാല് ജോലി കിട്ടും, മാനമായിട്ട് ജീവിക്കുകയും ചെയ്യാം. അതോ ഇവിടെ ഇരുന്ന് പട്ടിണി കിടന്ന് ചാകാൻ പോവാണോ? എനിക്ക് ഇനിയും ജോലി കിട്ടുമോ? കിട്ടും. ആ, അതിനു മുമ്പ് ഇവന്മാരുടെ കൂട്ടുകെട്ടങ്ങ് വിടണം. സമ്മതമാണെങ്കിൽ എന്റെ കൂടെ വന്നാൽ ഉടനെ ജോലി മേടിച്ച് തരാം. ഈ കുന്ത വിളങ്ങാൻ ഇട്ടേക്ക് നമുക്ക് എസ്റ്റേറ്റിലേക്ക് പോകാം.
കാമാക്ഷി പോവുകയാണ്. അതെ. അപ്പൊ ഞങ്ങളോ? ആ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കാര്യം ചെയ്ത് ഇതും കുത്തി പിടിച്ചോണ്ട് ഇവിടെ ഇരി. ആരെങ്കിലും വന്ന് കല്യാണം കഴിച്ചോളും. കാമാക്ഷി പോകരുത്. എടാ, തൊട്ടു പോകരുത്. തൊഴിലാളിപ്പണിനെ തൊട്ടാണ്ടാതെ എടാ, വരച്ച്. പോയിക്കോളൂ. ഞാൻ വായിച്ചു നോക്കിട്ട് ഒപ്പിട്ടേക്കാം. ഇങ്ങനെ അങ്ങ് പിണങ്ങിയാലോ? പിണങ്ങാനോ? ഞാനെന്തൊരു പിണങ്ങണം? സത്യം പറഞ്ഞാൽ ബാസ് പോയെന്ന് കേട്ടത് മുതൽ എന്റെ കണ്ണു തോർന്നിട്ടില്ല. ആളുകൾ എന്തെല്ലാം പറഞ്ഞ് പരത്തിയെന്നു. ആളുകളല്ലേ പലതും പറയും. ബാസ് ആത്മഹത്യ ചെയ്തെന്നല്ലയോ ആ ദ്രോഹികൾ പറഞ്ഞുണ്ടാക്കിയത്. അത് കേട്ടപ്പോഴും എന്റെ ഈശ്വര, എന്റെ ചങ്ക് തകർന്നുപോയി. ആഹാ, സത്യം പറഞ്ഞാൽ ബാസ് ആളാകെ മാറിയിട്ടുണ്ട്. കുറെ കൂടി സുന്ദരനായിട്ടുണ്ട്. താങ്ക്സ്. പോകാം. നിങ്ങൾക്ക് പോകാമെന്ന്. എനിക്കല്പം ജോലിയുണ്ട്. ഓ, ഒരു ജോലി. പോകാനല്ലേ പറഞ്ഞത്? ഞാനിപ്പോൾ പോകുന്നില്ല. ഗണേഷ് സാർ, ഈ സ്ത്രീക്ക് എന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. പുറത്തോണ്ട് വിട്ടിട്ട് വരൂ. എന്നോടാണ് ഇത്ര വേഗം? കൊച്ചേ, കരച്ചിലും പിടിച്ചിലും ഒക്കെ അങ്ങ് വെള്ളിയിൽ ചെന്ന് താൻ ആരോട് എന്നോട് പറയും? അയ്യോ, അറിയത്തില്ലേ, നിന്റെ വല്യമ്മാവൻ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നു, ഒന്നില്ല ഇറങ്ങി പോകണം, അല്ലെങ്കിൽ ഞാൻ കൈക്ക് പിടിച്ച് വെളിയിലിറക്കും. എന്റെ ദേഹത്ത് തൊട്ടുപോയാൽ ഉടനെ എന്ന് മുങ്ങി കുളിക്കണം. അതെനിക്കറിഞ്ഞൂടെ? ഇറങ്ങാട്ടൊന്ന് ഇറങ്ങുന്നു, വന്ന് കേറിക്കോളൂ. സുരേഷ് വന്നത് നന്നായി. ഞാൻ ഈ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. അതിന് മുതലാളി എന്തിനും മെനക്കിടണം? കണക്കൊക്കെ ഞാൻ ശരിപ്പെടുത്തിക്കൊള്ളാം.
അത് പോരല്ലോ, കണക്ക് പരിശോധിക്കേണ്ടത് എന്റെയും ആവശ്യമല്ലേ? മുതലാളിയുടെ ഏതാവശ്യവും സാധിച്ചു തരാൻ ഈ സുരേഷ് ഇല്ലേ? ആ, ഞാൻ വന്നത് ഇവിടെ ഒരു പ്രധാന കാര്യം പറയാനാണ്. എന്താണ്? മുതലാളി ഇവിടെ ഇല്ലായിരുന്നപ്പോൾ ബോംബെയിൽ നിന്ന് 2 ഉരുപ്പടികൾ വന്നിരുന്നു. പത്തരമാറ്റ് തങ്കം. അവരുടെ ആ നടപ്പും ചിരിയും പാട്ടും ആരും കൊതിച്ചു. മുതലാളിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നതാ. വന്നപ്പോ മുതലാളി ഇല്ല. പിന്നെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് 500 രൂപ കൊടുത്ത് പറഞ്ഞയച്ചു. അയ്യോ, അവര് പോയോ? എന്ന് വിചാരിച്ച് നിരാശപ്പെടണ്ട. ഒരു കമ്പി അടിച്ചാൽ മതി, ഉടനെ പുറപ്പെടും. വേണമെങ്കിൽ വിമാനത്തിൽ തന്നെ വരുന്ന 1000 രൂപ ഇങ്ങനെ നൽകും. 1000 മതിയോ? ശരി, തൽക്കാലം പോയിക്കൊള്ളു. മുതലാളി, യു ഗെറ്റ് ഔട്ട്. മുതലാളിക്ക് എന്ത് പറ്റി? എന്റെ മുതലാളിയാണോ ഈ പറയുന്നത്? അല്ല, ഇതൊരു പുതിയ മുതലാളി. അത് മനസ്സിലാക്കി വേണം മേലാളിനോട് പെരുമാറാൻ, അല്ലെങ്കിൽ ജോലി തെറിച്ചു പോകും. അയ്യോ, ഇതെന്ത് മാറ്റം? മുതലാളി, ഇത് ഞാൻ സുരേഷ്, അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. പോയിക്കോളൂ. എന്താ വല്ലാതെ? ഒന്നുമില്ല. മനസ്സിലായില്ലല്ലോ. എന്ന് മനസ്സിലായില്ലല്ലോ. അതെ, ആരാണ്? കുഞ്ഞ് തമാശ പറയാണോ അതോ? ഒരു പരിചയമില്ലാത്തവരോട് തമാശ പറയുമോ? എന്ത്? ഒരു പരിചയമില്ലെന്ന്. ബേഷ്, കല്യാണം അവിടെ വെളിയിൽ പോയിരിക്കുക. ഇപ്പോൾ വരും. ഇരിക്കണം. വേണ്ട, ശരിയായ സൽക്കാരം കിട്ടിക്കഴിഞ്ഞു. ഓരോ പണിക്കേ പോകാം. ക്ഷമിക്കണം, ഞാനെന്തെങ്കിലും തെറ്റ്? ഏയ്, ഇല്ലില്ലേ. തെറ്റ് ചെയ്തത് ഞാനാണ്. ഉടനെ തിരുത്തിയേക്കും. ധിക്കാരി. അവനെ ആ കൊച്ചന്റെ തലയ്ക്ക് എന്തോ തകരാറുണ്ടെന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ കുഞ്ഞിനെ കണ്ടിട്ട് കള്ളു കുടിച്ച് ലക്കില്ലാതിരിക്കായിരിക്കും. ഏതായാലും എന്റെ അനിയത്തിയെ ഇവന് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ത് ഗ്രഹപ്പിഴയായിരിക്കും. കുടുംബത്തിന്റെ നേരമുണ്ട്. ഇവന്റെ അസൽ നേരിൽ കണ്ട് മനസ്സിലായി. വേണം പോകാം. ആ കല്യാണി അമ്മയെ കണ്ട് ഒരമ്മയെ കണ്ട പോകാം. അമ്മച്ചെ കണ്ടിട്ട് വരുമായിരിക്കും. അല്ല, മോനെ കണ്ടാ തന്നെ ധാരാളമായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? പറയാതെ എന്ത് ചെയ്യും? ആ കൊച്ചൻ ഇത്ര മര്യാദ കേട്ടവരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ. ഏത് കൊച്ചിന്റെ കാര്യമായി പറയുന്നു? നിന്റെ അമ്മച്ചിയുടെ അരുമ കൊച്ചിന്റെ കാര്യം തന്നെ, മധുവിന്റെ. മനസ്സിലായോ? മധുക്കുഞ്ഞ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ കണ്ടിട്ട് അറിയുന്ന ഭാവമെങ്കിലും കാണിക്കുമല്ലോ. അതും പോരാഞ്ഞിട്ട് ഒരു ചോദ്യം. ആര്? മനസ്സിലായില്ലല്ലോ. എന്തിനാ വന്നത്? അവനെന്നെ അറിയില്ല. അവന്റെ സഹോദരി വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ എന്ത് അബദ്ധമായി. അയ്യോ, തെറ്റിദ്ധരിക്കരുത്. മധുക്കുഞ്ഞ് കള്ളുപിടിയും തുടങ്ങിയ മഹാഭാവം പറയല്ലേ. മധുക്കുഞ്ഞിന് അങ്ങനത്തെ യാതൊരു സ്ഥിത സ്വഭാവവും ഇല്ല. പിന്നെന്താ അവൻ എന്നെ കണ്ട് അറിയാറുന്നത്? അഹങ്കാരം കൊണ്ടായിരിക്കും. അല്ലേ മധുക്കുഞ്ഞ്? അതായത് പിന്നെ അമ്മച്ചിയുടെ മോൻ മധുക്കുഞ്ഞ്. നീ എന്താ പോലും വന്നത്? നിനക്ക് മട്ടുള്ളയോ? ഇല്ലേ, അമ്മച്ചി നേരിട്ട് കണ്ടാൽ കാര്യമെല്ലാം വേണ്ട, മനസ്സിലാകും. കണ്ടതൊക്കെ മതി. ആ, നിന്റെ അമ്മച്ചിയോട് പറഞ്ഞേക്ക് ഈ കല്യാണ കാര്യം മറന്നേക്ക്. ഗോപിയാണെന്ന് വിചാരിച്ചു അല്ലേ? ഒന്ന് ചുമ്മാതിരിക്കേ. എന്റെ സതി, ഗോപി തിരിച്ചു വന്നതിൽ പിന്നീട് നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഭാര്യയും ഭർത്താവും കൂടി സദാ ഇതിനകത്ത് അടച്ചുപൂട്ടിയിരുന്നാൽ ആരോഗ്യത്തിന് കേടാണ് പറഞ്ഞേക്കാം. ചേച്ചി കാര്യം അറിയാതെ എന്തോ പറയുക. പിന്നെ അല്ലയോ സതി, സത്യത്തിൽ എനിക്കതിൽ എത്രമാത്രം സന്തോഷമുണ്ടെന്ന്. എന്നും നിങ്ങൾ ഇങ്ങനെ കഴിയണമെന്നാണ് എന്റെ ആഗ്രഹം. അല്ല, നീ കഴിയുകയാണോ? എന്താണ് സതി? ചേച്ചി, അദ്ദേഹം വഴക്ക് പറഞ്ഞു. സാരമില്ല ചേച്ചി, കുടുംബമായാൽ കൂടെ കൂടെ കലഹങ്ങൾ ഉണ്ടാകും. അതല്ല ചേച്ചി. പിന്നെ ഞാൻ ചേച്ചിയോട് എങ്ങനെ പറയും? നിനക്കിനോട് എന്തും പറയാമെന്ന് അറിഞ്ഞുകൂടെ? ചേച്ചി, ഞാൻ ഇന്നും കന്യകയാണ്. സതി, നീ എന്താണ് പറയുന്നത്? വെറും സത്യം ചേച്ചി. അദ്ദേഹം ഒരു രാത്രി പോലും ഇവിടെ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും കാരണമുണ്ടാക്കി. അങ്ങനെയോ? അവൻ നല്ലവനായെന്ന് പറഞ്ഞിട്ട്? അവനിങ്ങി വരട്ടെ, ഞാൻ ചോദിക്കാം. വേണ്ട ചേച്ചി, ഇക്കാര്യം ചേച്ചി ചോദിക്കുന്നത് ശരിയല്ല.
എങ്കിൽ നീ തന്നെ ചോദിക്കണം. ഇന്ന് തന്നെ ചോദിക്കുമോ? ചോദിക്കുമോ സതി? ചോദിക്കാം. ഇന്നും പോവുകയാണോ? അതെ, എനിക്ക് അത്യാവശ്യമായ സ്ഥലം വരെ പോകണം. ചിലപ്പോൾ നാളെ മടങ്ങുകയുള്ളൂ. ക്ഷമിക്കണം, എനിക്ക് നേരിട്ട് ചിലത് ചോദിക്കാനുണ്ട്. വിരോധമില്ലെങ്കിൽ. എന്താണ് ചോദിക്കേണ്ടത്? എന്നോട് ഇത്ര വെറുപ്പ് തോന്നാൻ ഞാൻ എന്ത് ചെയ്തു? വെറുപ്പോ? സതിയോടോ? ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? അനുഭവം കൊണ്ട് അറിഞ്ഞാൽ പോരെ. എന്തനുഭവം? എത്ര നാളായി ഈ മുറിയിൽ അന്തി ഉറങ്ങിയിട്ട് എന്നോട് സ്നേഹമായി 10 വാക്ക് സംസാരിച്ചിട്ടുണ്ടോ? അത് പിന്നെ ഞാൻ ജോലി തിരക്കുണ്ട്. വേണ്ട, എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കണ്ട. സതി, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ അടുത്തു വരുമ്പോഴെല്ലാം അകന്നു മാറുന്നത് ജോലി തിരക്കുകൊണ്ടാണോ? പകൽ സമയത്തല്ലാതെ ഈ മുറിയിൽ കാലുകുത്താൻ മടിക്കുന്നത് ജോലി തിരക്കുകൊണ്ടാണോ? എന്നെ നോക്കൂ. എന്താണ് എന്റെ തെറ്റ്? എന്താണ് എന്റെ കുറവ്? എനിക്ക് സൗന്ദര്യമില്ലേ? യൗവനമില്ലേ? പഠിപ്പില്ലേ? അങ്ങേ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ എനിക്കൊരു ഹൃദയമില്ലേ? എനിക്കെല്ലാം അറിയാം സതി. എങ്കിൽ എന്നോട് ഇങ്ങനെ പെരുമാറുന്നതുണ്ട്. എന്നെ ഇഷ്ടമില്ലെങ്കിൽ അക്കാര്യം തുറന്നു പറയണം. അങ്ങയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ വഴിമാറിത്തരാം. സതി, നീ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച്. എത്ര കാലം ഞാനിങ്ങനെ ഉടുത്തൊരുങ്ങിയും ഉണ്ടുറങ്ങിയും ജീവിക്കണം? ഞാനൊരു സ്ത്രീയല്ലേ? അങ്ങയുടെ ഭാര്യയല്ലേ? എന്റെ വികാരങ്ങൾ അങ്ങ് അറിയാത്തതുണ്ട്. മനഃപൂർവം അവയ്ക്ക് പുറംതിരിയുന്നതുണ്ട്. പറയൂ, എന്താണ് എന്റെ തെറ്റ്? പറയാം, ഞാനെല്ലാം പറയാം. നിന്നെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതി ഇതേവരെ ആ രഹസ്യം പറയാതിരുന്നതാണ്. രഹസ്യമോ? അതെ, എന്റെ പഴയ ജീവിതം നിനക്കറിയാമല്ലോ. അതിന്റെ ഫലമായി വല്ലാത്തൊരു തളർച്ച എന്റെ ശരീരത്തിനാകെ ബാധിച്ചു. ആത്മഹത്യയിൽ നിന്നും എന്നെ രക്ഷിച്ച ആ മഹാൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം എന്നെ പരിശോധിച്ചിട്ട് കുറെ നാൾ ദാമ്പത്യ ജീവിതം പാടില്ലെന്ന് പറഞ്ഞു. ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുള്ള മരുന്നുകളും അദ്ദേഹം തന്നു. ഇക്കാര്യം എന്നോട് പറയാഞ്ഞതെന്ത്? ഇതെല്ലാം തുറന്നു പറയാൻ എനിക്ക് ലജ്ജ തോന്നി. 1 മാസം കൂടി കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ കാലാവധി കഴിയും. അപ്പോഴേക്കും എനിക്ക് പൂർണ്ണ ആരോഗ്യം കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ എന്തെല്ലാം തെറ്റിദ്ധരിച്ചു. എന്നോടിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര സമാധാനമായി ഇരിക്കുമായിരുന്നു. അങ്ങയുടെ ആരോഗ്യത്തെക്കാൾ വലുതല്ല എനിക്കൊന്നും. ഇനി അങ്ങ് നിർബന്ധിച്ചാൽ പോലും ഞാൻ അങ്ങയെ സ്പർശിക്കുകയില്ല. 1 മാസമല്ല, 1 വർഷം ഞാൻ സമാധാനമായി കാത്തിരിക്കാം. അറിഞ്ഞ വിശേഷം? മടങ്ങി വന്ന ഗോപി ഒരു പുതിയ ഗോപിയാണ്. എത്ര വേഗം ഇഷ്ടത്തിലെ കടമെല്ലാം തീർത്തിരിക്കുന്നു. മാത്രവും പണം അടിച്ചു വരികയില്ലേ? ഏതോ വലിയ പണക്കാരൻ പുറകിലുണ്ട്. അതുകൊണ്ട് മാലിനി ഉടനെ ഒന്ന് പോയി കാണും. ഞാൻ പോയാൽ ഗോപി പഴയ കാര്യമെല്ലാം ഓർമ്മിച്ച് ആട്ടി പുറത്താക്കിയാലോ? മാലിനി പിന്നെ എന്തിനീ സൗന്ദര്യം? മാലിനിയുടെ കടക്കണ്ണിൽ നിന്നൊരു പൊള്ളിമീൻ വീശിയാൽ കറങ്ങി വീഴാത്ത പുരുഷനുണ്ട്. എങ്കിലും എന്തോ എനിക്കൊരു വല്ലാത്ത ശങ്ക. ധൈര്യമായി പോകുന്നു. വേണമെങ്കിൽ ഞാൻ കൂടാളെ അയക്കാം. എന്തായാലും പോകണം. പോയി എങ്ങനെയെങ്കിലും ഗോപിയെ പഴയ പോലെ നമ്മുടെ വലയിലാക്കാം. ഹലോ ഡോണി. എന്നെയാണോ? പിന്നെ അല്ലാതെ ആരെ? നോൺസെൻസ്. നിങ്ങൾ ആരാ? എന്നോട് ഇത്ര പരിഭവമോ? ശരിയാണ്, ഗോപി തിരിച്ചു വന്നിട്ട് ദിവസം എത്രയായി? ഇതുവരെ ഞാൻ ഇങ്ങോട്ട് വന്നോ? സോറി ഡോളി, ഞാൻ അല്പം ബിസി ആയിരുന്നു. സാവകാശമായി വന്ന് കാണാമെന്ന് കരുതി. അകലെന്ന് സംസാരിച്ചാൽ മതി. നിങ്ങൾ ആരാ? എന്ത് വേണം? നല്ല ചോദ്യം. എനിക്ക് എന്ത് വേണമെന്ന് അറിഞ്ഞുകൂടെ? ഓഹോ, കുറെ നാളായില്ലേ, മറന്നുപോയി കാണും. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? വന്ന കാര്യം പറയണം. കളി മതിയാക്കൂ ഗോപി. ഇന്ന് വൈകുന്നേരം ക്ലബിൽ വലിയ ഒരു പാർട്ടി നടത്തണം. ഗോപിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കാൻ.
വേണ്ട, എനിക്ക് ക്ലബുമില്ല, പാർട്ടിയുമില്ല. എന്ത് കാര്യമായി പറയുകയാണോ? ഞാൻ കളി പറയാറില്ല, പ്രത്യേകിച്ചും പരിചയമില്ലാത്തവരോട്. പരിചയമില്ലാത്തവരോ? ഞാനോ? അതെ. പോകണം. ഞാൻ പോകണമെന്നോ? എന്ന് തന്നെ പറഞ്ഞത്. അങ്ങനെ പോകുന്നവനല്ല ഈ മാലിന്യം എന്ന് അറിഞ്ഞുകൂടെ? എങ്കിൽ പ്യൂണിനെ വിളിക്കേണ്ടി വരും. Get out. കൊടിയ അപമാനം. ഇതിന് പകരം ചോദിച്ചില്ലെങ്കിൽ ഈ മാലിന്യ പെണ്ണല്ല. ഛേ! കണ്ടില്ലേ 2 മീശക്കൊമ്പന്മാര് മിഴിച്ചു നിൽക്കുന്നത്? ഞാൻ എന്ത് വേണം? നാണമില്ലല്ലോ ഇങ്ങനെ ചോദിക്കാൻ. ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു. മതി വെട്ടിച്ച വിളമ്പിയത്. നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടി ഇറങ്ങിത്തിരിച്ച് ഞാനാണ് മടി. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാതെ എങ്ങനെ അറിയാൻ? എന്നെ അപമാനിച്ച ആ ഗോപിയോട് പകരം ചോദിക്കണം. എന്താ, പറ്റുമോ? പറ്റുമോ എന്ന് ചോദിച്ചാ, ഗോപി വലിയ പണക്കാരൻ, പോരെങ്കിൽ തൊഴിലാളികളുടെ കണ്ണിലുണ്ണി. പകരം ചോദിക്കാൻ അങ്ങോട്ട് ചെന്നാ ചിലപ്പോ പുറം കോളമായി പോകും. അയ്യോ, നല്ല ചൊണ. ഇതിനാണോ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടം പോലെ പണം തന്നത്? മലിനി, സമാധാനമായി കേൾക്കൂ. ഗോപി ഇന്ന് പഴയ ആളല്ല. അവനെ നേരിട്ട് എതിർക്കുന്നത് അപകടമാണ്. അതെ. നേരിട്ട് വേണ്ട, ഒളിച്ചയക്കുള്ളൂ. എങ്ങനെ ആയാലും ശരി, അയാളെ ഒരു പാഠം പഠിപ്പിക്കണം. അതിന് എന്തിനു വിളിക്കണം? കുടിക്കേ. ഞാനാരെ? നിന്നെ പ്രസവിച്ച അമ്മയല്ലല്ലോ. എന്നെ എന്തിനു പേടിക്കണം? ആ ഗ്ലാസ് നിറച്ചൊഴിച്ച് ഒറ്റ വീർപ്പിന് കുടിക്കേ. ആരെ ചോദിക്കാൻ? ആരെ പേടിക്കാൻ? അമ്മേ, അമ്മയോ ഞാനോ? ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ ഇത് വീണ്ടും തുടങ്ങുമായിരുന്നു. ഇത് മൂലമാണ് സകലം നശിച്ചതെന്ന് നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? ആത്മഹത്യയുടെ വക്കിലെത്തിച്ചത് ഈ നശിച്ച ശീലമാണെന്ന് നീ തന്നെ സ്വയം സമ്മതിച്ചതല്ലേ? നീ നശിപ്പിച്ചതെല്ലാം നേരെയാക്കാൻ എന്തിനും തയ്യാറായി എന്റെ ബന്ധു പോയിരിക്കല്ലേ? ഇതെല്ലാം മറന്ന്. അമ്മേ, മാപ്പ്. ഈ മഹാപാപിക്ക് മാപ്പ് തരും അമ്മേ. മനസ്സിന്റെ വിഷമം മാറ്റാൻ. മദ്യം ഒരു മരുന്നല്ല മകനെ. ആയിരുന്നെങ്കിൽ മനുഷ്യരെല്ലാം മദ്യപാനികളാകുമായിരുന്നു. കടമകളും ചുമതലകളും മറന്ന് മൂഢസ്വർഗത്തിൽ കഴിയാൻ മാത്രമേ മദ്യം മനുഷ്യനെ സഹായിക്കൂ. അതൊരു സഹായമാണോ? ആലോചിച്ച് നോക്ക്. മദ്യത്തിന് അടിമയായിരുന്നില്ലെങ്കിൽ നീ ഇന്നിവിടെ ഇങ്ങനെ കഴിയേണ്ടി വരുമായിരുന്നു. നിന്റെ അമ്മയും കൂടപ്പുറപ്പുകളും കണ്ണുനീർ പൊഴിക്കേണ്ടി വരുമായിരുന്നു. എന്റെ മകൻ എന്നെ വേർപിരിഞ്ഞ് നിന്റെ വീട്ടിൽ പോയി കഥവേഷം കെട്ടി കഴിയേണ്ടി വരുമായിരുന്നു. ശരിയാണമ്മേ, ഞാനിനി ഒരിക്കലും മദ്യം തൊടില്ല. അമ്മയുടെ പാദങ്ങളാണ് സത്യം. രൂപ അഡ്വാൻസ് ചോദിച്ചിരുന്നു, തരാൻ നിവൃത്തിയില്ല. ഉണ്ടായി പറഞ്ഞു. ഇപ്പോൾ ഞാനല്ലേ പറയുന്നത്? ഞാൻ എന്റെ ശമ്പള തുകയാണ് അഡ്വാൻസ് ആയി ചോദിച്ചത്. നിങ്ങൾ ഇപ്പോൾ തന്നെ 5000 രൂപയോടെ തരാനും അത് കുറേശ്ശേ നിങ്ങൾ ശമ്പളത്തിൽ നിന്ന് എടുക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആര് നിശ്ചയിച്ചു? അധികാരമുള്ളവർ. അതാരെന്നാണ് ഞാൻ ചോദിക്കുന്നത്? അത് ചോദിക്കാൻ നിങ്ങളല്ലേ? ഞാൻ ആരെന്ന്? പഠിക്കരുത് സാർ. സുരേഷിനെ നിങ്ങൾക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. അറിഞ്ഞു വരുന്നു. ശരി, ഞാൻ മുതലാളി ഒന്ന് കാണാം. വേണ്ട, അതിനുവേണ്ടി ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതാ, ഇത് നിങ്ങൾക്ക് തരാൻ മുതലാളി എന്നെ ഏൽപ്പിച്ചതാണ്. എന്നെ സസ്പെൻഡ് ചെയ്തു? അതെ, ഈ 5000 രൂപ അടച്ചു തീരുന്നത് വരെ നിങ്ങൾ സസ്പെൻഷനിലാണ്. ഇതെല്ലാം നിങ്ങളുടെ പണിയാണല്ലേ? നിങ്ങളെ ഞാൻ എന്ത് ചെയ്യുവനാ? എന്ത് ചെയ്യുമെന്ന് ആരാ ചോദിക്കാം? എടാപോടാന്ന് വിളിക്കാനുണ്ടല്ലോ. ഞാൻ ആളല്പം പെശക. ഇത് കണ്ടോ, തീർക്കി പിടിച്ച് തഴമ്പിച്ച കൈയാണ്. ഇതുകൊണ്ടൊന്ന് മേടിച്ചാലേ ചിലപ്പം കാറ്റ് പോയെന്ന് വരും. ഈ സുരേഷിനെ ഇങ്ങനെ അവമാനിച്ചതിന് അടുത്തിന്റെ പല്യങ്ങൾ മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല,
മധുപാനലീലയല്ല ജീവിതം, ഒരു നീണ്ട യാത്ര, ഒരു തീർത്ഥയാത്ര, സുഖദുഃഖങ്ങൾ തൻ ഘോഷയാത്ര. ഒരു മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല, മധുപാനലീലയല്ല ജീവിതം, നല്ല ജീവിതം. നോവുകൾ ചെമ്പനി നീർപ്പൂവായി വിരിയുന്നു, പൂവിനു മുൾമുനകൾ കാവൽ നിൽക്കുന്നു. നോവുകൾ ചെമ്പനി നീർപ്പൂവായി വിരിയുന്നു, പൂവിനു മുൾമുനകൾ കാവൽ നിൽക്കുന്നു. ആവണി പൊൻവെയിലും ആടിക്കാർമുകിലും ഭൂമിയെ രോമാഞ്ചമണിയിക്കുന്നു. ഒരു മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല, മധുപാനലീലയല്ല ജീവിതം, നല്ല ജീവിതം. മഞ്ഞു നിരണിയുന്ന മന്ദാര പുഷ്പം പോൽ കണ്ണീരിലലിയുന്നു മണ്ണിന്റെ മോഹങ്ങൾ. മഞ്ഞു നിരണിയുന്ന മന്ദാര പുഷ്പം പോൽ കണ്ണീരിലലിയുന്നു മണ്ണിന്റെ മോഹങ്ങൾ. സത്യത്തിൻ മുഖം മൂടാൻ, ദുഃഖത്തിൻ കണ്ണു പൊത്താൻ ഈ കൊച്ചു മധുപാത്രമതിയാമെന്നോ. ഒരു മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല, മധുപാനലീലയല്ല ജീവിതം. ഒരു നീണ്ട യാത്ര, ഇതൊരു തീർത്ഥയാത്ര, സുഖദുഃഖങ്ങൾ തൻ ഘോഷയാത്ര. ഒരു മധുര സ്വപ്നമല്ല, മതിരോത്സവമല്ല, മധുപാനലീലയല്ല ജീവിതം, നല്ല ജീവിതം. സാറേ, എന്താടാ? വേണം വേണം, തീർച്ചയായും വേണം. നീ മുതലാളിയുടെ പുറകെ നടന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്നെ കണ്ട ഭാവമുണ്ടോ? ശരിയാ, പക്ഷേ ഒരു പക്ഷേയുമില്ല. ഇന്ന് ഗോപി നിന്നെ മാറ്റിയിട്ട് നിന്റെ സ്ഥാനത്ത് ആ ഡ്രൈവർ ഗണേശനെ വെച്ചിരിക്കുക. നീ സൂത്രത്തിൽ പോയി അവരുടെ സംഭാഷണം ശ്രദ്ധിക്കണം. ആ, വണ്ടി വരുന്നുണ്ട്. സാറേ, എന്താടാ? ഇന്ന് തന്നെ വേണോ? വേണം വേണം വേണം. എന്നെ കൊല്ല്. ഗണേഷ്, ഈ എഴുത്തിപ്പോ തന്നെ പോസ്റ്റ് ചെയ്തേക്കൂ, വീട്ടിലേക്കുള്ളതാണ്. മഹാഭാവി, അയ്യോ, എന്റെ കാൽ ഒടിച്ചു കളഞ്ഞല്ലോടെ. ഇനി ഗണേശനോട് കളിച്ചാ നിന്റെ കഴുത്തേനോടിക്കും. എടിക്കാൻ മേല. അയ്യോ, ഓടാൻ മേല. അയ്യോ, എന്താ ഗോപി, എന്താ ഈ ബഹളം? ഇവരോട് ചോദിക്കൂ, ഈ പാതിരാത്രി പൂന്തോട്ടത്തിൽ പോയെന്തിരുന്ന്?
നീ എവിടെ പോയതാടി? ഈ കൊച്ചൻ കൊച്ചനോ? ഇവൻ കാര്യത്തിൽ കൊച്ചനല്ല, കൊമ്പിച്ചവനാ. നീ കാര്യം നേരെ പോയി പറയടാ. ഇനിയും പറഞ്ഞു തരണോ? കണ്ടില്ലേ കള്ളൻ എന്ന് വിറക്കുന്നത്? കള്ളനോ? സാധാരണ കള്ളനല്ല. അയ്യോ അല്ല, ഞാൻ ശബ്ദിക്കരുത്, അണങ്ങിപ്പോകരുത്. നിന്നെ ഞാൻ... ഗോപി, ഇവൻ അങ്ങേതിൽ കേശവമേനോന്റെ മകനല്ലേ? ഗോപി, സാഹസമൊന്നും കാണിക്കരുതേ. അതല്ല ഇവിടെ തന്നെ കൊണ്ടുവന്നത്, ഇല്ലെങ്കിൽ പോലീസ് ഏൽപ്പിക്കുമായിരുന്നില്ലേ? ആരും തടസ്സം പിടിക്കേണ്ട, എനിക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. ഇങ്ങോട്ട് നീക്കി നിൽക്ക്. അയ്യോ ചേട്ടാ, മിണ്ടാതിരി. രാവുമായും നിലാവുമായും മഞ്ഞും മലരും മായും, രാവുമായും നിലാവുമായും മഞ്ഞും മലരും മായും, രാഗിണി നിന്നുടെ സ്വപ്നങ്ങൾ മാത്രം മായാതെ മന്ദഹസിക്കും, മായാതെ മന്ദഹസിക്കും. രാവുമായും നിലാവുമായും നീലരാവുകൾ നിവർത്തമെത്തയിൽ ഒരു പൂവ് പോലെ വീണുറങ്ങും രാഗസ്വപ്നമേ, നീലരാവുകൾ നിവർത്തമെത്തയിൽ ഒരു പൂവ് പോലെ വീണുറങ്ങും രാഗസ്വപ്നമേ, നിന്നെ ഞാൻ ഉണർത്തുകില്ല, ഇനി നിന്നെ ഞാൻ ഉണർത്തുകില്ല, നിന്നെ ഞാൻ ഉണർത്തുകില്ല. രാവുമായും നിലാവുമായും പൂരങ്ങൾ തേടി വന്ന മധുര നൃത്തമേ, മണിവീണ തേടി വന്നണഞ്ഞ മൗനഗാനമേ, പൂരങ്ങൾ തേടി വന്ന മധുര നൃത്തമേ, മണിവീണ തേടി വന്നണഞ്ഞ മൗനഗാനമേ, നിന്നെ ഞാൻ ഉണർത്തുകില്ല, ഇനി നിന്നെ ഞാൻ ഉണർത്തുകില്ല, നിന്നെ ഞാൻ ഉണർത്തുകില്ല. രാവുമായും നിലാവുമായും മഞ്ഞും മലരും മായും, രാവുമായും നിലാവുമായും. എങ്കിലും നിന്റെ മുഖം തെളിഞ്ഞല്ലോ. 10 ദിവസം കൂടെ കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരും ഒന്നിച്ച്. അങ്ങനെ പറയരുതമ്മേ. പിറന്ന വീടിനേക്കാൾ എനിക്ക് ഉതകിയത് ഈ വീടാണ്. പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിച്ചത് ഈ അമ്മയാണ്. ചേട്ടൻ നിർബന്ധമായി എഴുതിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടം വിട്ടു പോകുന്നത്. പോകണം കുഞ്ഞെ, എന്നെ പോലെ ഒരു അമ്മ അവിടെയും കാത്തിരിക്കുന്നില്ലേ? പോരെങ്കിൽ നിന്റെ ചേച്ചിയും രാധയും സതിയും. അവരെയെല്ലാം എന്റേതാക്കി തീർത്തത്. അതൊന്നും സാരമില്ല. ഞാനും മധുവും ചെയ്തത് ഞങ്ങളുടെ കടമ മാത്രം.
ആ അത് പോകട്ടെ, 15-ാം തീയതി വെളുപ്പിന് കാർ അയക്കുമെന്നല്ലേ അവൻ എഴുതിയിരിക്കുന്നത്? അതെ, ഞാൻ അവിടെ എത്തിയാലുടൻ ചേട്ടൻ ആ കാറിൽ ഇങ്ങോട്ട് മടങ്ങിപ്പോരും. അങ്ങനെ എനിക്ക് വേണ്ടി ചേട്ടൻ നടത്തിയ നാടകം മംഗളമായി കലാശിക്കും. അയ്യോ, അങ്ങ് നിൽക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്താ? അല്ല, ഞാൻ കാരണം അങ്ങയുടെ മനസ്സിന് ഒരു ഇളക്കം ഉണ്ടാകരുതെന്ന്. അത്രയേ ഉള്ളൂ. സതി, ഡോക്ടർ പറഞ്ഞ കാലാവധി തീർന്നു. ഇന്ന് രാത്രി പുതിയൊരു ഗോപി നിന്റെ മണിയറയിൽ പ്രത്യക്ഷപ്പെടും. സമയമായി മോനെ, പുറപ്പെടൂ. അമ്മേ, ഇവിടെ വരുന്നതുവരെ സ്നേഹമെന്തെന്നറിയാതെ ജീവിച്ച സ്വാർത്ഥനായിരുന്നു ഞാൻ. ഇവിടെ വെച്ചാണ് സ്നേഹത്തിന്റെ മാധുര്യം ഞാൻ അനുഭവിച്ചത്. അല്ല കുഞ്ഞെ, നിന്നെ സ്നേഹിച്ചവർ അവിടെയും ധാരാളമുണ്ട്. പക്ഷെ നീ അതറിഞ്ഞില്ലെന്ന് മാത്രം. ആ സ്നേഹത്തിന് പകരം നീ അവരെ സ്നേഹിച്ചാൽ നിന്റെ ജീവിതം ഭദ്രമാകും. ഇതിനെല്ലാം ഇടയാക്കിയ അമ്മയോടുള്ള വലിയ കടപ്പാടിന്റെ മുമ്പിൽ മകനെ, നിനക്കെന്നോട് ഒരു കടപ്പാടുമില്ല. നിന്റെ അച്ഛനോടുള്ള കടമ ഞാൻ ചെയ്തെന്നേ ഉള്ളൂ. നിന്റെ കുടുംബത്തോടുള്ള കടമ നിർവഹിക്കാൻ നീയും മടിക്കരുത്. എന്റെ മോൻ ധൈര്യമായിട്ട് പോകും. എടാ, ആ കാർ തന്നെ പറ്റിച്ചു. വേഗം വിടും. വേഗം കേറ്. നടയടാ. നടക്കൂ. അവിടെ കട മര്യാദക്ക് കയറും. ഗോപി, നീ ഇപ്പൊ എവിടെ പോകുന്നു? അമ്മേ, എനിക്ക് അത്യാവശ്യം ഒരാളെ കാണണം. ഞാൻ പോയിട്ട് ഉടനെ വരാം. പോകാനോ? ഇപ്പോഴോ? കൊള്ളാം. നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? അവൻ ചുമ്മാ കളി പറയാമേ, നമ്മളെ പേടിപ്പിക്കാൻ. അല്ല ചേച്ചി, എനിക്ക് പോകണം. വരന്റെ പാർട്ടി ഉണ്ട് നിൽക്കുമ്പോഴേക്ക് ഞാൻ മടങ്ങി വരാം. എന്താണ് ഇത്ര അത്യാവശ്യം? അതെല്ലാം വന്നിട്ട് പറയാം. എനിക്ക് പോയേ തീരൂ. മുഹൂർത്തത്തിന് മുമ്പ് ഞാനിങ്ങെത്തും, സംശയിക്കണ്ട. ഇവൻ എവിടെ പോകുന്നു? സതിയെ കണ്ടത് നന്നായി. ഞാനൊന്ന് അത്യാവശ്യമായി പുറത്തേക്ക് പോയാ. അയ്യോ, പോകാനോ? മുഹൂർത്തത്തിന് സമയമായല്ലോ. ഉടനെ മടങ്ങി വരും. ഒരാൾ കൂടി വരാനുണ്ട്. മറ്റാരെങ്കിലും അയച്ചാൽ പോരെ? ഇല്ല സതി, ഞാൻ തന്നെ പോകണം. വിഷമിക്കേണ്ട. മുഹൂർത്തത്തിന് മുമ്പ് നിന്റെ ഗോപി നിന്റെ അരികിലുണ്ടായിരിക്കും. നിശ്ചയം. വരട്ടെ. ഇറങ്ങടാ. വിടാനാ? സുരേഷ്, എന്താ നിന്റെ അർത്ഥം? അർത്ഥവും അനർത്ഥവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. കാര്യം എന്താണെന്ന് പറയൂ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. മനസ്സിലാക്കി തരാൻ തന്നെയാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഒരിക്കലും മറക്കാത്ത രീതിയിൽ മനസ്സിലാക്കുക. എന്നോട് ചെയ്തതിനെല്ലാം പകരം ചോദിക്കുക. ഞാനോ? ഞാൻ എന്ത് ചെയ്തു? അറിഞ്ഞുകൂടാ അല്ലേ? എന്നെ എസ്റ്റേറ്റിൽ നിന്ന് മാറ്റി പുറത്താക്കിയപ്പോൾ കരുതേണ്ടിയിരുന്നു എന്നെങ്കിലും എന്റെ കയ്യിൽ വന്നു വിടുമെന്ന്. സുരേഷ്, നിങ്ങൾ എന്തൊക്കെയോ തെറ്റിദ്ധരിച്ച്. ഉരുട്ടാതെ. എന്റെ കയ്യിൽ അകപ്പെട്ടപ്പോൾ നല്ല വിളയമഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതേണ്ട. ലക്ഷ്മി, മുഹൂർത്തത്തിന് സമയമായെന്നും പറഞ്ഞു വരന്റെ ആളുകൾ ബഹളം വെക്കുന്നു. നീ എന്ത് പെണ്ണെ കൂട്ടിക്കൊണ്ടുവരൂ. ഗോപി വന്നില്ലല്ലോ. അവൻ ഈ സമയത്ത് പറഞ്ഞയച്ച എന്തിന്? ഞാൻ കണ്ടിരുന്നുവെങ്കിൽ.
ഗണേഷ് എന്ത് പറ്റി? അപകടം കുഞ്ഞെ, അപകടം. ആ സുരേഷിന്റെ ആൾക്കാര് ഗോകുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി. ഈ സുരേഷ് നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നീ മറന്നുപോയി. 5000 രൂപ ഞാൻ അധികം പറ്റിയില്ലേ? എന്നാൽ ഇതുകൂടി ഇരിക്കട്ടെ. മര്യാദയ്ക്ക് പ്രോനോട്ടിൽ ഒപ്പുവയ്ക്കും. ഈ ജന്മമില്ലടാ ദ്രോഹി. ഇല്ലേ? ഇല്ലടാ, എന്നെ കൊന്നാലും ഞാൻ ഒപ്പുവയ്ക്കില്ല. കൊല്ലാൻ ഞാൻ അത്രയ്ക്ക് മഠനാണ്. നിന്റെ ദേഹത്തെ ഓരോ എല്ലും ഞാൻ ഇടിച്ചു കുടിക്കും, ഓരോ ഞരമ്പും തല്ലിച്ചതയ്ക്കും. നരകവേദന അനുഭവിച്ച് നിലവിളിച്ചുകൊണ്ട് നീ ഇതിൽ ഒപ്പുവയ്ക്കും. ഇവനെ തൂണിൽ പിടിച്ചേട്ട്. ഗോപി, ഇനി പോകൂ. മുഹൂർത്തത്തിന് സമയമായി. സകലരും നിന്നെ കാത്തിരിക്കുകയായിരിക്കും. ചേട്ടാ, ഇതിനെല്ലാം കാരണക്കാരനായ ചേട്ടൻ വീട് വരെ ഒന്ന് വരാതെ പോകുന്നത് പാടില്ല ഗോപി. സതിയുടെ കാര്യം നീ മറന്നുപോയോ? ഈ ആൾമാറാട്ടത്തിന്റെ കഥ അവൾ അറിഞ്ഞാൽ അവളുടെ മനോനില എന്തായിരിക്കുമെന്ന് ആലോചിക്കൂ. പരമസാധുവായ അവളെ നിത്യദുഃഖത്തിനിരയാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോപി, ഇങ്ങ് അടുത്ത് വരൂ. എന്താണ് ചേട്ടാ? ഇതാ ഈ ഷർട്ട് ഇട്ടിട്ട് ഒരു ഷർട്ടിങ് തരൂ.
വേഗമാകട്ടെ. ഇതാ നീ എന്നെ ഏൽപ്പിച്ച വിവാഹമോതിരം. ഞാനിത് കളങ്കപ്പെടുത്തിയിട്ടില്ല ഗോപി. പരിശുദ്ധമായ ഈ മോതിരവും അണിഞ്ഞ് സതിയുടെ അരികിലേക്ക് ചെല്ലും. ചേട്ടാ പോകൂ. ഒരു കാര്യം, ഇന്ന് രാത്രി മധുവിധം ആരംഭിക്കാമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിന്റെ സതി. അവളെ നിരാശപ്പെടുത്തരുത്. എന്റെ ചേട്ട, എന്നെ അനുഗ്രഹിക്കൂ. ഗോപി എണീക്ക്. ഗോപി വന്നു. താമസിച്ചു പോയെന്ന് ഭയന്ന് ഞാൻ ഓടി വരികയായിരുന്നു. ലക്ഷ്മി വീട്ടിൽ നിന്ന് പെണ്ണെ കൂട്ടിക്കൊണ്ടു. ഇന്ന് അവരുടെ മധുവിധുവാണ് അല്ലേ? അവരുടെ മാത്രമല്ല,